കിട്ടിയ ഒരു മോശം അനുഭവം അത് എനിക്ക് തോന്നുന്നു പറയുന്ന റൈറ്റ് ടൈമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ കുറച്ചൊക്കെ വിവാദത്തിൽ നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് മുരാരി തന്ത്രി. അതുപോലെ അദ്ദേഹത്തെ ഫസ്റ്റ് ടൈം കാണുന്നത് ദുബായിൽ വെച്ചാണ്. എനിക്ക് അദ്ദേഹം എന്ന് പറയുമ്പോൾ എനിക്ക് താല്പര്യമില്ല, കാരണം വെറും പറയണ്ട. ഓക്കെ, ഓഹോ, മുരാരി തന്ത്രി ട്രൈ ചെയ്തു, അത് നമ്മുടെ ചേട്ടായിനെ വളരെ മോശം കേട്ടോ. 2-3 ദിവസം മുമ്പ് ഇവിടെ റീൽസിലൊക്കെ ഇങ്ങനെ തിളങ്ങി നിന്നൊരു കാര്യമാണ്. പക്ഷെ ഇതിനെ വിശദമായിട്ട് വിവരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് മുരാരി തന്ത്രി ഇവരെ അപ്രോച്ച് ചെയ്തത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നഗ്ന സത്യം ഇതാ ജാസി തുറന്നു പറയുകയാണ്, തുടർന്ന് കാണാം. അദ്ദേഹത്തെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. എനിക്ക് അദ്ദേഹം എന്ന് പറയാൻ ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല, കാരണം അയാൾ വെറും പറയണ്ട. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ 16 വയസ്സായ ഒരു പെൺകുട്ടിനെ അതികൂരമായി വീട്ടിൽ വെച്ച് പീഡിപ്പിച്ച ഒരു ആളെ കുറിച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇയാൾ എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് പരിചയപ്പെടുത്തിയത് മറ്റാരുമല്ല, ഓഫ്കോഴ്സ് എൻ്റെ ശത്രു നന്ദി റെഡ്ഡിയാണ്. ആ സമയത്ത് എൻ്റെ ശത്രു അല്ലായിരുന്നു, എൻ്റെ ഫ്രണ്ട് ആയിരുന്നു. എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ നിന്നിട്ടാണല്ലോ എനിക്കത് പണിയത്. ഓക്കെ, ഇതിപ്പോ വന്ന് ഏതൊരു വിഷയം പറയുമ്പോൾ നന്ദിനി റെഡ്ഡിയെ കുറിച്ച് പറയാനാണെങ്കിൽ പിന്നെ നേരിട്ട് അത് പറഞ്ഞാൽ പോരെ. നന്ദിനി റെഡ്ഡി അല്ല ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എന്ന് വ്യക്തമായിട്ട് നന്ദിനി റെഡ്ഡി തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അതന്നെ പിടിച്ചു നിൽക്കുക. എന്തായാലും നിങ്ങൾ കാര്യം പറയാം, എന്താ ഉണ്ടായതെന്ന് അറിയാലോ, നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ എന്നോട് ഇവള് പറഞ്ഞു, ജാസി നീ നല്ല ആക്ടിംഗ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ, എനിക്ക് ഒരു ആളറിയാം, അതായത് ഇയാൾ ഈ മുരാരി തന്ത്രിനെ അറിയാം, അയാൾ പുതിയൊരു സിനിമ എടുക്കുന്നുണ്ട്, അതിൽ നല്ലൊരു റോൾ വേണ്ടിയിട്ട് അയാൾ കുറെ ആൾക്കാരെ തിരയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഡാൻസറിന്റെ വേഷം, അതായത് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ഡാൻസർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വേഷമാണ് ഉള്ളത്. അപ്പോൾ അത് നിനക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കോൺടാക്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നെ നന്ദിനി വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കൊടുത്തോ, നല്ലൊരു കാര്യമല്ലേ, ഞാൻ മൂവി സ്വപ്നം നടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓൾറെഡി ഇങ്ങനെ ട്രാൻസ്മിഷൻ ഒന്നും ആയിട്ടില്ലല്ലോ, ആ സമയത്ത് ഓൾറെഡി ഞാൻ ലേസർ ട്രീറ്റ്മെന്റ് എന്തോ എടുക്കുന്നുണ്ട് തോന്നുന്നു, അല്ലാണ്ട് ഒരു ഹോർമോൺസ് എടുക്കുന്നുണ്ട്, ദുബായിലുള്ള ഹോർമോൺസ് എടുക്കുന്നുണ്ട്, അല്ലാണ്ട് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ദുബായിൽ ഹോർമോൺസ് എടുക്കുന്നുണ്ടായിരുന്ന? ദുബായിൽ ട്രാൻസ് ആവാൻ ഹോർമോൺസ് ഉണ്ട്? ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒന്നും അറിഞ്ഞില്ലല്ലോ. എന്തേലൊക്കെ ആവട്ടെ, എന്തായാലും വെച്ച് കെട്ടി നടക്കുന്നുണ്ടായിരുന്നു സാരം, അവിടുന്ന് കയറ്റിവിടാൻ കാരണം അതായിരുന്നല്ലോ, വേഷം കെട്ടി നടന്നത്. എന്തായാലും ആവട്ടെ. അപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തില്ലേ, അവസാനം എന്താക്കിന്നല്ല അറിയണ്ട്, കേട്ടോളി, നല്ല രസാ. അപ്പൊ ഞാൻ ഓക്കെ, അങ്ങനെ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തു, അതിനെ വിളിച്ചു, എന്നോട് ചോദിച്ചു ജാസിന്റെ വീഡിയോസ് കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നോട് സ്റ്റോറി ലൈൻ അയാൾ പറഞ്ഞു, എനിക്ക് ഫുൾ സ്റ്റോറി അയാൾ എനിക്ക് പറഞ്ഞു തന്നു ഫോണിലൂടെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് എനിക്ക് ഒരു വലിയ ഡയലോഗ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ പഴയൊക്കെ എല്ലാം ആഷിക്ക് അറിയാട്ടോ, കാരണം ആശ ആ സമയത്തൊക്കെ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ആഷിക്ക് അറിയാം, ആശ ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിനും അറിയാം. അങ്ങനെ ഇയാൾ എന്നോട് പറഞ്ഞു, ജാസി എന്താണ് ഒരു കാര്യം ചെയ്യാം, ഡയലോഗ് ആദ്യം തന്നു, അത് ഫുള്ള് പഠിച്ചിട്ട് വീട്ടിലേക്ക് വരാം. അപ്പോൾ ദുബായിൽ എവിടെയാണ് നമ്മൾ പോയത്? കിസീസ് ആയിരുന്നോ? കിസീസിലാണ് ഇയാളുടെ വീട്. ഈ വീടിന്റെ തൊട്ടടുത്താണ് ഈ പറഞ്ഞ നന്ദി റെഡ്ഡിയുടെ ബാറും. അപ്പോൾ ഇയാൾ അവിടെ ഇടയ്ക്ക് ബാറിൽ വരുമ്പോൾ ഇവിടെ ഫോൺ കൊടുത്ത് സംസാരിക്കാറുണ്ട്, ഇയാൾ ബാറിലുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ആ സമയത്ത്. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പെൺകുട്ടി കുറേ ഇല്ലീഗൽ ആയിട്ടുള്ള കുറേ ഇതേപോലത്തെ കുറേ കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഷോപ്പ് തുടങ്ങുന്ന സമയത്ത്, ദുബായ് ഷോപ്പ് തുടങ്ങുന്ന ഇതേപോലെ ഒരാളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു ഇവള്. ആ സമയത്ത് തുടങ്ങുന്ന മുമ്പേ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അയാൾ ഇതേപോലെ കുറേ ക്യാഷ് ഉണ്ടായിരുന്നത് പറ്റിച്ചാൽ അങ്ങ് പോയി. എല്ലാം ഇതേപോലത്തെ കുറേ കള്ളന്മാരും കുറേ പെണ്ണുപിടിമാരും കുറേ ആൾക്കാരൊക്കെ ഇവിടെ കമ്പനി. അതുപോലെ ഞാൻ ആ ഭാഗത്തേക്ക് നടക്കുന്നില്ല, ഞാൻ ഇത് പറയാം. ഏതെങ്കിലും ഒരു വീഡിയോയില് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്? ചോദിക്കട്ടെ, ഞങ്ങൾ ആകാംക്ഷയോട് കൂടിയിട്ട് പ്രേക്ഷകർ കാത്തിരിക്കല്ലേ എന്താണ് മുരാരി തന്ത്രി ചെയ്തത് എന്നുള്ളത്. കഥ മൊത്തം പറഞ്ഞതുണ്ട്, കഥയിലെ സ്റ്റോറി മൊത്തം പറഞ്ഞിട്ടുണ്ട്. അതന്നെ വലിയ കാര്യം കേട്ടോ. സിനിമയുടെ കഥയുടെ സ്റ്റോറിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു ട്രാൻസ് ആയിട്ടുള്ള ഡാൻസർ, ഇത്രയേ ഉള്ളൂ കഥാപാത്രം, പക്ഷെ കഥ മൊത്തം പറഞ്ഞു തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താന്ന് മനസ്സിലാവണില്ല. എന്തായാലും ബാക്കി കേട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എവിടെയും അങ്ങനെ ഒറ്റയ്ക്ക് പോകാറില്ല. ഒന്നെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ആശ ഉണ്ടാവും. ഒറ്റയ്ക്ക് പൊതുവെ ഞാൻ എവിടെയും പോകാറില്ല. നിങ്ങൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കൊച്ചി ഒരു 1 ഇയർ കഴിഞ്ഞു, എവിടെയെങ്കിലും നിങ്ങൾ ചിന്ന കാണാനും ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോകാറില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നെങ്കിൽ കൂട്ടമായിട്ട് ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടാവും, അല്ലെങ്കിൽ ആശ ഉണ്ടാവും കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഒരാൾ ഉണ്ടാവും. ഞാൻ ചെറുപ്പം മുതൽ അങ്ങനെ ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരാൾ വേണം സപ്പോർട്ടിങ്, അല്ലെങ്കിൽ ഒരാൾ എപ്പോഴും കൂടെ വേണം, അതിന്റെ സേഫ് സോൺ ആണ്. അത് കുറ്റിപ്പുറംകാരും പറഞ്ഞിരുന്നു, പാലത്തിന്റെ അടിയിലൊക്കെ ചില സമയത്തൊക്കെ എന്താ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അതായത് എപ്പോഴും ഒരാള് കൂടെ വേണം എന്ന് പറഞ്ഞത് അത് ശരിയാണ്. ചെറുപ്പം മുതൽ അങ്ങനെ ഉണ്ടത്രേ. നല്ലതാ. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പോൾ എനിക്ക് റോങ് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇയാൾ വീട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ അഫ്കോഴ്സ് ഒരു മൂവി, ഇപ്പോൾ നമ്മളാണെങ്കിലും ഇപ്പോൾ ഒരുപാട് മൂവിയുടെ കാര്യത്തിന് ആൾക്കാരെ നമ്മൾ നല്ല റെസ്റ്റോറൻറ്റിലേക്ക് വിളിക്കും, നമ്മൾ പോയി ചെയ്യും, മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലക്കാരെ റൂം എടുത്തിട്ട് വിളിക്കും, നമ്മൾ ഒറ്റ പോലെ എന്തായാലും ഒരാൾ കൂടെ പോകും. നല്ല കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരാളെ കുറ്റം പറയില്ല. ഇയാൾ കാശ് മുടക്കുന്ന ആളാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഈ കഥയുടെ സ്റ്റോറി എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഥയുടെ സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നൊരു സംശയം ചോദിക്കട്ടെ, ഒരാണായി പറഞ്ഞ മനുഷ്യൻ എന്തിനാണ് എപ്പോഴും കൂടെ ഒരാൾ വേണമെന്ന് ഇടക്കിടക്കിനെ പറയുന്നത്? മനസ്സിലായിരുന്നില്ല. നിങ്ങൾ ആരെന്ത് കാണിക്കുന്ന പറയണ? സോറി, വിഷയത്തിന് എഴുതി മാറി. വിഷയം അതാണല്ലോ, വെളിച്ചെണ്ണ അല്ലേ. ബാക്കി അങ്ങനെ ഇയാൾ റൂമിലേക്ക് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആഷോ നമുക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പോകാണ്ട്. ആഷൊരു ഫ്രണ്ട് ഉണ്ട്, ഷാറൂബ് നായർ പേര്. ഞങ്ങൾ 3 ആൾ കൂടിയാണ് ഇയാൾ വീട്ടിലേക്ക് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയി, അപ്പോൾ പോയപ്പോൾ ഞങ്ങൾക്ക് ജ്യൂസ് ഒക്കെ തന്നു. പക്ഷേ എനിക്ക് ജ്യൂസ് കുടിക്കാൻ ഒരു മടി, ഞാൻ വെച്ചു. കൂടെ 2 ആളുണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത്, അതും ആണുങ്ങള്. മൊത്തം 3 ആണുങ്ങളാണ് ഒരാണിനെ കാണാൻ പോയത്. അപ്പൊ മൊത്തം 4 ആണുങ്ങള്. ജ്യൂസ് തന്നപ്പോ എനിക്കൊരു പേടി, അതിലെന്തെങ്കിലും കലക്കി തന്നിട്ടുണ്ടെങ്കിലോ. അപ്പൊ അതവിടെ വെച്ച്, പക്ഷെ കൂടെ മുട്ടന്മാരൊക്കെ കുടിച്ചിട്ടാ, അത് നന്നായിട്ടുണ്ട്.
എന്നിട്ട് ഇയാൾ കുറെ സംസാരിച്ചു, കുറെ എന്താ അവിടെ ഞാൻ കുറെ ആക്ട് ചെയ്ത് കാണിക്കുന്നത്, കുറച്ചുകൂടെ ഫീലിംഗ്സ് വരുന്നുണ്ട്. ഇയാൾ കുറെ ആക്ടിങ് എനിക്ക് കാണിച്ചു അത് 5 മിനിറ്റ് കൊള്ളില്ല, വേറെ കാര്യം. അതുപോലെ ഇങ്ങനെ ആക്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ. അങ്ങനെ അത് സത്യം, ആ കാര്യം ഞങ്ങൾ സമ്മതിച്ചു തന്നു. ആ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാസി അയാളെക്കാളും മെടുക്കനാണ്, നന്നായിട്ട് ആക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. കാലങ്ങളായിട്ട് ഇങ്ങനെ നുണകൾ പറഞ്ഞ് അഭിനയിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഒരിക്കലും മുരാരി തന്ത്രി ജാസിയുടെ അടുത്ത് എത്തൂല. ബാക്കി പറയും. എന്നിട്ട് ഇയാൾ എന്നോട് പറഞ്ഞു ആക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് പിന്നീട് രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞത് ജാസി എന്തായി എന്ന് വെച്ചു. വലിയ നിഘണ്ടു പോലത്തെ സംഭവം തന്നെ. ഞാനതിൽ ബൈഹാർഡ് പറഞ്ഞു. പിറ്റേ ദിവസം വിളിച്ച് പറഞ്ഞു മറ്റൊന്ന് ഞാൻ ഫ്രീ അല്ല, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ജാസി വായ കൂടെ അങ്ങനെ ആരും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേ ഇതെന്താ ഇയാൾ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു ആശയാണല്ലോ പാർട്ട്ണറിനെ കൊണ്ടുവരണ്ട, ജാസി വായോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തോ റോങ് ഫീൽ ചെയ്തു. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം. ഇയാൾ അന്നേ തരികയാണ്. ഇതിലിപ്പോ എന്താ തരികട? എനിക്കൊന്നും മനസ്സിലായില്ല. ഒറ്റക്ക് വന്നാൽ മതി, കംഫർട്ടായിട്ട് ഇരുന്നിട്ടൊക്കെ സംസാരിക്കാലോ, അല്ല പ്രാക്ടീസ് ചെയ്യാലോ എന്നുള്ള സാധനം വെച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടാവുക. അതൊരാണിനോടല്ലേ ഒരാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി നിങ്ങൾ ആ ടൈപ്പ് അല്ലേ, പിന്നെ ഇപ്പൊ എന്തൊരാണ് വിളിച്ചാൽ നിങ്ങൾ എന്തിനാ പേടിക്കുന്ന പോവാ? അപ്പൊ തന്നെ നെഗറ്റീവ് അടിച്ച് റോങ് അടിച്ചു എന്നാ പറയുന്നത്. എനിക്കിതൊന്നും മനസ്സിലാവണില്ല കേട്ടോ. അന്ന് ഞാൻ ഒന്നുമല്ല, പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ആണുങ്ങളെയും പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, പെണ്ണുങ്ങളും പീഡിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, ബൈസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ അന്ന് ഞാനിങ്ങനെ പെൺകുട്ടിയുടെ ശൈലിയാണല്ലോ, അപ്പൊ എനിക്കറിയില്ല. പക്ഷേ ഇതെല്ലാം പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതെല്ലാം ഈ നന്ദിനി റെഡ്ഡി എന്ന് പറഞ്ഞാൽ ഈ ചെറ്റ ഇവള് പറഞ്ഞു കൊടുത്തിട്ട് ഇയാൾ ചെയ്യിപ്പിച്ചാണ്. കാരണം അയാൾ വീഡിയോ എടുത്ത സംഭവം വീഡിയോസ് എല്ലാം ഈ നന്ദിനിക്കാണ് അയാൾ അയച്ചു കൊടുത്തിട്ടുണ്ടായത്. അത് വിത്ത് പ്രൂഫ് എനിക്ക് ഒരാൾ മുഖേന എനിക്ക് കാണാൻ സാധിച്ചു. സത്യം കറണ്ട് വന്നു, സത്യം കറണ്ട് വന്ന സത്യം, പല്ല് ചലച്ച സത്യം, വളി ഇട്ട സത്യം. കൊള്ളാം. എന്താണ് നിങ്ങൾ പറയുന്ന പോയിന്റ് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞു, അതിലിപ്പോ എന്താ ഒരു നെഗറ്റീവായിട്ട് എനിക്കും തോന്നുന്നില്ല. അതൊരാണല്ലേ നിങ്ങള്, ഒരാണിന്റെ അടുത്ത് പോണോണ്ട് ഇപ്പൊ എന്താ തെറ്റുള്ളത്? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഓക്കെ. ഇത് ഫുള്ള് അവസാനം കൊണ്ടുപോയിട്ട് ഒരാളെ തലേക്കിനെ ചൊരിയാന്നല്ലാതെ നിങ്ങൾക്ക് സത്യത്തിൽ ഇങ്ങനെ സംഭവിച്ചില്ല എന്ന് ഈ വാക്കുകൾ കേൾക്കും മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ആരെയൊക്കെയോ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അവസരം മുതലെടുക്കുക. അങ്ങനെ ഞാൻ അന്ന് പോയില്ല. അന്ന് കുറേ ആശ പറഞ്ഞു നീ പൊക്കോ, ഷാരൂഖിനെ കുട്ടി പൊക്കോ എന്നൊക്കെ പറഞ്ഞു, പക്ഷേ പോയേ ഇല്ല. ആഷി അങ്ങനെയല്ലല്ലോ പറഞ്ഞു. നിങ്ങൾ വേറൊരു വീഡിയോയിൽ അതല്ലല്ലോ പറഞ്ഞേ. വേറെ വീഡിയോയിൽ പറഞ്ഞത് അറിയോ? ആഷി രണ്ടാമത് വിളിച്ചപ്പോ പോണ്ട, അത് ഉടായിപ്പാണെന്ന് പറഞ്ഞു എന്നാ പറയുന്നേ. എന്താ പറയുന്നേ? ഇത് വെറുതെ അടിക്കന്നെ, നോണ തന്നെ. എനിക്ക് എന്തോ റോങ് ഫീൽ ചെയ്തു, ഞാൻ പോയില്ല. കാരണം എന്നോട് പല സിനിമകളിലും ഡയറക്ടേഴ്സ് പറയാറുണ്ട് ആരാണ് കൂടെ ഉള്ള ആൾ. ഞാൻ എന്റെ പാർട്ണറാണ്. ഓക്കെ, ഇന്ന ഷൂട്ടിംഗ് നടക്കുമ്പോൾ പാർട്ണർ കൂടെ ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞാൽ ആ പാർട്ണർ കൂടെ ഉണ്ടാവും, പിന്നെ ഒരു വിവരം ഒന്നും ഉണ്ടാവില്ല. അന്ന് അതേതാണ് സംഭവിച്ചത്. ഞാൻ പോയില്ല. പിന്നെ ആ സിനിമയുടെ ഒരു വിവരം ഉണ്ടായിട്ടില്ല. ഏതൊക്കെ സിനിമ എന്താ പറയണത്? ആഷി കൂടെ ഉള്ളത് കൊണ്ട് അയാൾ കൂടെ ഉണ്ടാവോ? എന്നാ വേണ്ടട്ട മോനെ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി എന്നാ പറയുന്നത്. ഒരു ബന്ധുല്ല എന്നാ പറയുന്നത്. അഭിനയിക്കാൻ വിളിക്കുന്ന സിനിമയിലൊക്കെ ഇയാളെയും കൂടെ കൊണ്ടുപോകും. അവര് ചിലപ്പോൾ ഈ അക്കോമഡേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഉദ്ദേശിച്ചുണ്ടാവുക. ഫുഡും തരണ്ടേ, അക്കോമഡേഷനും തരണ്ടേ. പക്ഷേ ഇതിനൊക്കെ ഈ രീതിയിലാണ് ഇവർ കണ്ടിട്ടുള്ളത്. വളരെ മോശം. സ്വന്തം മക്കളെ നിങ്ങൾ കൊണ്ടുവന്നത് വേറെ ഹോസ്പിറ്റലിൽ കാണിച്ച് ശരിയാക്കുക. ഇമാതിരി ആൾക്കാർക്കൊന്നും ഒരു കഴിവുമില്ല. നിങ്ങൾ ദൈവത്തിന് മുറുക്ക പിടിച്ചാൽ മതി. അല്ലാണ്ട് ഇങ്ങനെ ഈ ജ്യോതിഷം മറ്റൊന്നും നിങ്ങളൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല. ദൈവത്തെ മുറുക്ക പിടിക്കാൻ പറയണ ആരാ നോക്കണം? ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് ആഷി ഒരിക്കലും ഇന്ത്യക്കൊന്നും പോകരുത് എന്ന് കൂടാത്ര ചെയ്ത വ്യക്തി പറയുന്നേ. ആഷി ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നുള്ളത്. ഈ സാധനം പറഞ്ഞൊന്നും ആരും വിശ്വസിക്കല്ല എന്റെ പൊന്നു മക്കളെ. മുരാരി തന്ത്രി ചിലപ്പോൾ വരെ കണ്ടിട്ടുണ്ടാവായിരിക്കും, ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരിക്കും. അതിന്റെ അപ്പുറത്തൊക്കെ ഇങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം എത്ര കാലമായി വാ തുറന്ന് നുണ പറയുന്നേ. അത് തുറക്കണത് തന്നെ നുണ പറയാനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇനി നിങ്ങൾ തന്നെ അഭിപ്രായം പറയും, ഇത് സംഭവിച്ചിട്ടുണ്ടാവുമോ? നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയതൊക്കെ ആയിട്ട്.